നമസ്കാരം. ഞാൻ കലാശാല മുരളി. നമ്മുടെ ഇടയിൽ പലർക്കുമുള്ള സംശയമാണ്, മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ടോ? നാമജപം കൊണ്ട്, മന്ത്രജപം കൊണ്ട് രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമോ? തീർച്ചയായും ഒട്ടും സംശയിക്കേണ്ട. മന്ത്രജപം കൊണ്ട്, നാമജപം കൊണ്ട് നമുക്കുണ്ടാകുന്ന പല മാരക രോഗങ്ങൾ വരെ മാറിയതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. മന്ത്രം എന്ന് പറയുന്നത് ശബ്ദമാണ്. ശബ്ദത്തിന് ശക്തിയുണ്ടോ? ശബ്ദത്തിന് ശക്തിയുണ്ടല്ലോ. എയ്റോപ്ലെയിൻ എത്രയോ കിലോമീറ്ററുകൾക്ക് മുകളിൽ കൂടെ പറന്നു പോകുമ്പോഴും പ്ലെയിൻ പോകുന്ന ശബ്ദം കൊണ്ട് നമ്മുടെ ജനലുകളും മറ്റും വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. വെടിക്കെട്ട് സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻ കൊണ്ട് അതിന് സമീപമുള്ള പല കിണറുകളും മറ്റും ഇടിഞ്ഞു വീഴാറുണ്ട്. അപ്പോൾ ശബ്ദത്തിന് ശക്തിയുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മന്ത്രാക്ഷരങ്ങളെല്ലാം തന്നെ ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലേക്കും പ്രവഹിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ആ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ നാഡീ ഞരമ്പുകൾക്ക് വരെ ആ വൈബ്രേഷത്തിൻ്റെ ശക്തി എത്തിച്ചേരുന്നുണ്ട്. നമുക്കുണ്ടാകുന്ന രോഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ നിർജീവമാകുമ്പോഴാണ്. ഈ മന്ത്രാക്ഷരത്തിൻ്റെ ശബ്ദം കൊണ്ട്, ശബ്ദത്തിൻ്റെ ശക്തി കൊണ്ട് നിർജീവമായി കിടക്കുന്ന നമ്മുടെ സെല്ലുകൾ സജീവമാകും എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. ഓങ്കാരം എന്ന മഹാമന്ത്രം ദിവസവും നമ്മൾ ജപിച്ചാൽ, പ്രണവോപാസന ദിവസവും നടത്തിയാൽ നമുക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും അതൊരു പരിഹാരമാണ്. കാരണം ഓങ്കാരം ചൊല്ലുമ്പോൾ ഓം എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾ ആ, ഉ, മ എന്ന് പറയുന്ന 3 അക്ഷരങ്ങളാണെന്നറിയാമല്ലോ. ആ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ആ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ശക്തി കൊണ്ട് കാലിൻ്റെ തള്ളവിരൽ മുതൽ അരക്കെട്ട് വരെയുള്ള എല്ലാ സെല്ലുകളും വർക്ക് ചെയ്യും. ഊ എന്ന് പറയുന്ന മന്ത്രാക്ഷരത്തിൻ്റെ ശക്തി കൊണ്ട് അരക്കെട്ട് മുതൽ കഴുത്തു വരെയുള്ള എല്ലാ സെല്ലുകളും വർക്ക് ചെയ്യുന്നുണ്ട്. മ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ശക്തി കൊണ്ട് കഴുത്തു മുതൽ നമ്മുടെ ഉച്ചു വരെയുള്ള എല്ലാ സെല്ലുകളും വർക്ക് ചെയ്യും. അപ്പോൾ ഓങ്കാരം ദിവസവും ഉച്ചരിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും വർക്ക് ചെയ്യുകയാണ്. എല്ലാ സെല്ലുകളും വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? നിർജീവമായി കിടക്കുന്ന എല്ലാ സെല്ലുകളും ഉണരുന്നു. അങ്ങനെ നമ്മുടെ രോഗത്തിന് ശമനമുണ്ടാകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെയ്ത് പരിശോധിച്ച് നോക്കുക, ഈ പറയുന്നതിന് ശക്തിയുണ്ടോ എന്ന്. ഓങ്കാരം നീട്ടി ഉച്ചരിച്ച് ദിവസം ഒരു 12 പ്രാവശ്യമെങ്കിലും വെച്ച് ജപിച്ചു കഴിഞ്ഞാൽ 41 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കിതിൻ്റെ അനുഭവം ഉണ്ടാകും. നിസ്സാരമല്ല. അനുഭവിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത്. ഓങ്കാരം നീട്ടി ഉച്ചരിച്ചാൽ പ്രാണായാമത്തിന് തുല്യമാണ്, ശ്വസനക്രിയയ്ക്ക് തുല്യമാണ്. ശ്വസനക്രിയ കൊണ്ട് തന്നെ നമ്മളുടെ പല രോഗങ്ങളും അകന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇത്രയും ശക്തമായ രീതിയിൽ നാമജപം കൊണ്ടും മന്ത്രജപം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും, അത് മതം ഏതുമായിക്കോട്ടെ, കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ രോഗങ്ങൾക്കൊക്കെയും ശമനമുണ്ടാകുമെന്ന് ഉള്ളത് ഒരു നഗ്ന സത്യമാണ്. നമസ്കാരം. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് ചെയ്തു നോക്കുക.